ഓരോ തവണ വീട്ടിൽ പോകുമ്പോഴും തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ എന്നോട് പിടിച്ചു നിർത്തുന്ന കാര്യങ്ങളിലൊന്നാണ് ആ നാടിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. വൈകുന്നേരങ്ങളിൽ അച്ഛൻ്റെ കൂടെ പാടത്തും പറമ്പിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇത് ഓർമ്മയുണ്ടോ കിളിക്കാൻ പറ്റി ഈ പൂവ് കണ്ടോ? പണ്ടൊക്കെ നമുക്ക് പല്ലുവേദന വരുമ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ വെച്ചാൽ നല്ലതാണെന്ന് എൻ്റെ അമ്മൂമ്മയൊക്കെ പറയുമായിരുന്നു. സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ചേച്ചിയും വീടിൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങും ഉച്ചതിരിഞ്ഞാൽ. പിന്നെ അവിടെ നിന്ന് പോരുകയില്ല. പിന്നെ അച്ഛൻ വന്ന് വിളിക്കണം. പാടത്തിരുന്നാൽ നമുക്ക് സമയം പോണത് അറിയില്ല എന്ന് പറയും. വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഇരുട്ടാവണമെങ്കിലും പാടത്ത് ഇരുട്ട് വീഴാനൊക്കെ കുറച്ച് സമയം എടുക്കുമല്ലോ. ഇപ്പം നെല്ലൊക്കെ നല്ല വിളഞ്ഞ സമയമാണ്, അതുകൊണ്ട് പച്ചപ്പ് കുറവായിരുന്നു. എന്നാലും ഒത്തിരി പേര് അവിടെ ഇങ്ങനെ വെറുതെ ഈവനിങ് വാക്കിനും ഒക്കെ വരുന്നത് കാണാട്ടാ. അച്ഛൻ്റെ കൂടെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. ആ ചിരി കണ്ടോ, എന്ത് രസമല്ലേ. പണ്ടൊക്കെ വീടിനടുത്തുള്ള പിള്ളേരായിട്ട് നമ്മൾ സ്ഥിരം കളിക്കുന്ന കളികളിലൊന്നായിരുന്നു കേട്ടോ ഈ അച്ചുത്തി മുളിച്ചമ്പാത്തൊക്കെ. ആ സമയത്ത് പിള്ളേർ ഒളിക്കാൻ പോകുന്നത് ഈ പാടത്തേക്കാണ്. മരത്തിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കും. ഇത് കണ്ടോ കുട്ടികൾ മീൻ പിടിക്കാൻ നോക്കുന്നത്. മഴക്കാലമായി പിന്നെ ഇവിടെ എല്ലാം വെള്ളമായിരിക്കും. വെള്ളം ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അച്ഛനും വലിയച്ഛനും മിക്ക ദിവസങ്ങളിൽ മീൻ പിടിക്കാൻ പോകും. പിന്നെ വീട്ടിൽ മീനിൻ്റെ ഒരു ആറാട്ട് തന്നെയായിരിക്കും. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഇത്ര പെട്ടെന്ന് വലുതാവണ്ടായിരുന്നു എന്നിങ്ങനെ തോന്നുക. ആ കുട്ടിക്കാലത്തിലേക്ക് വീണ്ടും ഒന്ന് തിരിച്ചു പോകാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നാറുണ്ട്.